അലക്സ്, രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി വയനാട് മറന്നേക്കൂ, നിങ്ങൾ ഇവിടെ നിന്നാൽ ഇനി ജയിക്കില്ല എന്നൊക്കെയുള്ള പോസ്റ്ററുകൾ അതിവൈകാരികതയിൽ ഏതെങ്കിലുമൊക്കെ ഇപ്പം ഇനി കോൺഗ്രസ് പ്രവർത്തകരോ ഏതെങ്കിലും പ്രവർത്തകരോ അല്ലയോ എന്ന കാര്യം അറിയില്ല, അത് വിട്ടേക്കും. പക്ഷേ അവിടെങ്ങളിലൊക്കെയുള്ള ഒരു വികാരം, ഒരു ജനവികാരം ഉണ്ട്. അതിനെപ്പറ്റി ഈ പറയുന്ന നേതാക്കൾക്കൊക്കെ നല്ല ബോധ്യമുണ്ട്. അലക്സ്, ഒരു പ്രശ്നം എന്താണ്? 102 സീറ്റ് എന്ന് പറയുന്ന മഹത്തായ വിജയം യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയുടെ ട്രോൾ മെറ്റീരിയൽ. നേരത്തെ ഈ 3 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു കസേരയൊക്കെ ഇപ്പോൾ ഓടുകയാണ്. ഇപ്പോൾ ഇനി ഇവിടെ വോട്ട് ചെയ്ത ആൾക്കാരെ മൊത്തം ഫ്ലൈറ്റ് ടിക്കറ്റ് അങ്ങോട്ടേ കൊണ്ടുപോകുമോ എന്ന ട്രോളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഓടുന്നു. താഴെത്തട്ടിൽ അവമതിപ്പ് മാത്രമല്ല, നേരത്തെ എൻ കെ പ്രേമചന്ദ്രൻ അവമതിപ്പ് മാത്രമല്ല, നിന്ദ്യാവസ്ഥ മാത്രമല്ല, കടുത്ത രോഷം ജനങ്ങൾ നമ്മളോട് പോലും കാണിക്കുകയാണ്. നിങ്ങളൊക്കെ എന്തുവാ കാണിക്കുന്നത് എന്നൊക്കെ നമ്മളോട് ചൂടാവുക, ആ അവസ്ഥ നിൽക്കുകയാണ്. അപ്പോൾ ഉടൻ തീരുമാനം ഉണ്ടാവുന്നില്ലെങ്കിൽ ഇത് സ്ഥിതിഗതികൾ കൂടുതൽ വൃത്തികേടാകും. അലക്സ്, ഹഷ്മി, കേരളത്തിലെ ഒന്നാം മുഖ്യമന്ത്രി ലഹള നടന്ന വർഷമേത് എന്ന PSC ചോദ്യത്തിനുള്ള സമയം മാത്രമാണ് ഇനി ബാക്കിയെന്നാണ് ഈ ഒരു തർക്കം മുറുകുന്നത് കണ്ട് തോന്നുന്നത്. കാരണം തിരഞ്ഞെടുപ്പ് വിധി വന്ന് 9 ദിവസം പിന്നിടുന്നു. ഇന്നതാ 9ാം ദിവസമാണ്. വളരെ ഒരു അങ്ങേയറ്റം ഉയർന്നൊരു മാൻഡേറ്റ് സംസ്ഥാനത്തെ ജനങ്ങൾ UDF നൽകി. 102 സീറ്റിന്റെ മാൻഡേറ്റ് നൽകിയിട്ട് അവർക്ക് അവരുടെ നേതാവിനെ, അവരുടെ പാർലമെന്ററി പാർട്ടി നേതാവിനെ കോൺഗ്രസിന് പ്രഖ്യാപിക്കാനാകുന്നില്ല, മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനാകുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം അത് UDF വോട്ട് ചെയ്ത ജനങ്ങളെ അടക്കം വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് അണികൾക്കിടയിലുള്ള സംസാരം. അണികൾക്ക് വലിയ നിരാശയുണ്ട്, പ്രവർത്തകർക്കിടയിൽ വലിയ നിരാശയുണ്ട്, പ്രത്യേകിച്ച് ഈ രണ്ടാം നിര നേതാക്കൾക്കൊക്കെ വലിയ നിരാശയുണ്ട്. അവർ അങ്ങേയറ്റം ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇതിനു വേണ്ടി വെയിൽ കൊണ്ട് പ്രവർത്തിച്ചവരാണ് ഈ പ്രവർത്തകരും അണികളും എല്ലാം. അവർ അങ്ങേയറ്റം നിരാശാജനകമായി അങ്ങനെ കഴിയുകയാണ്. കാരണം ഒരു തീരുമാനവും എടുക്കാൻ സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റിലെയും അതുപോലെ ഭരണസിരാ കേന്ദ്രങ്ങളിലെ അടക്കം പല തീരുമാനങ്ങളും, പ്രത്യേകിച്ച് പാഠപുസ്തകം അച്ചടി പൂർത്തിയാക്കേണ്ട സമയമാണ്, സ്കൂൾ തുറക്കേണ്ട സമയമാണ്. അത്തരം നടപടിക്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. അതിനൊന്നും ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിച്ച് മന്ത്രിസഭ അധികാരത്തിലെത്തിയാൽ മാത്രമേ അത്തരം നടപടിക്രമങ്ങൾ സുഗമമായി മുന്നോട്ട് പോവുകയുള്ളൂ. അതെല്ലാം പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. അത് എങ്ങനെയാണ് ആ പ്രതിസന്ധിക്ക് കാരണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്നുള്ളതാണ് അണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചോദിക്കുന്നത്. ഇതിൽ പ്രധാനമായി 3 നേതാക്കൾ, അതായത് തിരഞ്ഞെടുപ്പ് വിധി വന്നതിന് ശേഷം KPCCയിലെത്തി പരസ്പരം ആശ്ലേഷിച്ച, കെട്ടിപ്പിടിച്ച് ചുംബനം നൽകി 3 നേതാക്കൾ തന്നെയാണ് ഈ അവകാശവാദം ഉന്നയിച്ച് ആദ്യ അവസാനം വരെ രംഗത്തുള്ളത്. അവർ കടുത്ത പ്രതീക്ഷയിൽ തന്നെയാണ്. അതായത് ഈ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയ്ക്ക് ശേഷവും അവർ അങ്ങേയറ്റം പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. തങ്ങളുടെ അവകാശവാദം വിജയിക്കുമെന്ന് തന്നെ VD സതീശനും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു എന്നുള്ളതാണ്. അതിൽ ഒരു പടി മുന്നിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് KC വേണുഗോപാലും VD സതീശനുമാണ്. അതിന് പ്രത്യേക കാരണങ്ങളുണ്ട് താനും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ KC വേണുഗോപാലിനാണ് ഈ തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് MLA-മാരിൽ ഭൂരിപക്ഷ MLA-മാരുടെയും പിന്തുണ KC വേണുഗോപാലിനാണ്. ഒപ്പം സംഘടനയ്ക്കകത്തു നിന്നുള്ള പിന്തുണയുണ്ട്. കഴിഞ്ഞ ദിവസം വർക്കിംഗ് പ്രസിഡന്റുമാരടക്കം ഹൈക്കമാൻഡിനെ കണ്ട് അവരുടെ കാര്യങ്ങൾ വിശദീകരിച്ചതാണ്. അവരുടെ പിന്തുണയുണ്ട്. VD സതീശനാകട്ടെ പൊതുവികാരം അദ്ദേഹത്തിനൊപ്പമുണ്ടെന്ന് അദ്ദേഹത്തിന്റെ പക്ഷം അവകാശപ്പെടുന്നുണ്ട്. മുസ്ലിം ലീഗ്, UDF-ലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയ മുസ്ലിം ലീഗ് VD സതീശൻ എന്ന ഒറ്റ പേരിന് വേണ്ടി വാദിക്കുകയാണ്. അവർ ഇന്ന് പാണക്കാട് അടിയന്തര നേതൃയോഗം പോലും ചേരുന്നുണ്ട്. അതും ഒരു സമ്മർദ്ദമായി വിലയിരുത്തുന്നുണ്ട്. പക്ഷേ സംസ്ഥാനത്ത് നടന്ന ഈ ശക്തി പ്രകടനങ്ങൾ, ഒപ്പം ലീഗ് ചെലുത്തുന്ന ഈ സമ്മർദ്ദം, അതെല്ലാം ആർക്കു വേണ്ടിയാണെന്ന് അവരുടെ ചോദ്യമുണ്ട്, ഹൈക്കമാൻഡിന്റെ ചോദ്യമുണ്ട്. അത്തരം ചോദ്യങ്ങളൊക്കെ ഒരുപക്ഷെ അവർ പരിഗണിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. എന്താണെങ്കിലും ഒരു സവായ ഫോർമുല ഉരുത്തിരിയുന്നതിനുള്ള സമയമാണിതെന്ന് പറയുന്നു. ഒരു പേര് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു അവസരം സംസ്ഥാനത്തെ കോൺഗ്രസിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് മുതിർന്ന നേതാക്കളെ അടക്കം വിളിച്ച് ഹൈക്കമാൻഡ്, അതായത് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും തങ്ങളുടെ നിലപാടുകൾ അറിയിച്ചതും അവർക്ക് പറയാനുള്ളത് കേട്ടതും അതുകൊണ്ടാണ്. ഇനി മുഴുവൻ നേതാക്കളെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും UDF-നെ ഒന്നാകെ കേട്ടിട്ടാണ് തങ്ങളൊരു തീരുമാനമെടുത്തതെന്നൊരു പൊതുചിത്രം ഹൈക്കമാൻഡ് സംബന്ധിച്ച് പുറത്തു വരണം. അതാണ് ഹൈക്കമാൻഡ് ഈ സമയം, ഈ മണിക്കൂറുകളിൽ എടുക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും ഇന്ന് തന്നെ ഈ മുഖ്യമന്ത്രിയെ തീരുമാനിക്കും എന്നാണ് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത്. ഇനിയും ഈ കൂടിക്കാഴ്ച നീണ്ടാൽ അത് നമ്മുടെ കയ്യിലല്ല. ഹാഷ്മി, അലക്സ് മുഹമ്മദാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അത് മാത്രമല്ല, ഇപ്പോൾ ഇന്നലെ ഘടകകക്ഷികൾക്ക് ഇതൊന്നും വലിയ കാര്യമില്ല എന്ന് MMS നേരത്തെ പറഞ്ഞു. നേരത്തെ മാത്യു കുഴൽനാടൻ ലീഗിന് നേരെ കണ്ടുരുട്ടുന്ന കണ്ടു. ഇതൊക്കെയും ഘടകകക്ഷികൾക്കിടയിൽ ഇപ്പോൾ എൻ കെ പ്രേമചന്ദ്രനൊക്കെ അടക്കം പറയുന്നത് ഞങ്ങളെ വിളിച്ചു വരുത്തിയാണ്, ഇന്ദിരാഭവനിലേക്ക് ഞങ്ങളെ വിളിച്ചു വരുത്തി, നിങ്ങളുടെ താല്പര്യം എന്താണ് എന്ന് ചോദിച്ചതാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ നിലപാട് പറഞ്ഞത്. അതിനുശേഷം ആ നിലപാട് ചോദിച്ച ശേഷം നിങ്ങൾക്കൊന്നും വലിയ കാര്യമില്ല എന്ന് പറയുന്നത് വിളിച്ചു വരുത്തി അധിക്ഷേപിക്കുന്നതിനും അപമാനിക്കുന്നതിനും തുല്യമാണ് എന്നടക്കം പറയുന്നുണ്ട്. അപ്പോൾ ഭരണം തുടങ്ങുന്നത് തന്നെ ഘടകകക്ഷികൾക്കിടയിലുള്ള ഭിന്നത ഒക്കെ പ്രകടമാവുന്നുണ്ട്. അതൊക്കെ ഏത് രീതിയിൽ ആ ഭരണത്തെ നെഗറ്റീവായി ബാധിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്ന് മാതൃഭൂമി ദിനപത്രത്തിൻ്റെ മുഖപ്രസംഗത്തിൽ ഇങ്ങനെയാണ്: ഹേ കോൺഗ്രസ് നിന്നാർഹമെന്നാണ് അതിന് തലക്കെട്ട്. അതിൽ പറയുന്നു, ഈ പറയുന്ന ഭരണം സ്തംഭനാവസ്ഥയിലായി തുടങ്ങുന്നു, സർക്കാർ രൂപവൽക്കരണം വൈകിയതോടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കുള്ള ഭരണ നടപടികൾ അവതാളത്തിലാവുന്നു, പുതിയ മന്ത്രിമാർ വരാതെ വകുപ്പ് സെക്രട്ടറിമാരടക്കമുള്ള ഉന്നതോദ്യോഗസ്ഥർക്ക് ഭരണപരമായ തീരുമാനമെടുക്കാനാവില്ല, അക്കണക്കിന് മന്ത്രിസഭ നിലവിൽ വരുമ്പോഴേക്കും ഭരണ സംവിധാനം ആകെ അലങ്കോലമാകാനാണ് സാധ്യത എന്നാണ് മുഖപ്രസംഗത്തിൽ പറയുന്നത്. ഒരു പരിധിവരെ ശരിയായ കാര്യവുമാണ്.
ഓർക്കണം 102 സീറ്റിന്റെ മഹാജനവിധി നൽകിയിട്ടാണ് ഇത്തരത്തിൽ ആ ക്യാമ്പുകളിൽ നൈരാശ്യത്തിന്റെ ശ്മശാന മൂകത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.